ജോസഫ് സാർ, മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശികൾ തളിപ്പറമ്പ്, കുറുമാത്തൂർ എന്നീ പ്രദേശങ്ങൾ യഥേഷ്ടം വിലസുന്നു. ഇവരെ മലയാളം പഠിപ്പിച്ച് റേഷൻ കാർഡ് വരെ കൊടുത്ത് വീടും കൊടുത്ത് യഥാർത്ഥ ഹിന്ദുവിനെ പോലെ മലയാളിയായി ഇവർ വിലസുകയാണ്. അറിയണമെന്നുണ്ടെങ്കിൽ 12 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് തളിപ്പറമ്പ് ബാറുകളിൽ ചെന്നാൽ മതി. ഇത് ഇവരുടെ വിഹാര കേന്ദ്രമാണ്. നേരത്തെ നുസ്രത്ത് മാഡം പറഞ്ഞതുപോലെ ഇപ്പോൾ ഡ്രഗ്സ് കാരിയേഴ്സ് കൂടെ ആയിട്ട് മാറുന്നു. ഇപ്പോൾ നോക്കൂ, കേരളം എന്തുകൊണ്ടായിരിക്കും ഇവരുടെ ഇഷ്ടകേന്ദ്രമായി മാറിയത്? അത് പരിശോധിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ കുട്ടികളെല്ലാം, നല്ലൊരു ശതമാനം കുട്ടികളും വളരെ വയലൻ്റാണ്. അവർ മദ്യപിക്കുന്ന കാണുന്നില്ല, അവർ ഒരു മണവും അടുത്തെത്തുന്നില്ല. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ അടിയന്തരമായിട്ട് മറ്റേ രാഷ്ട്രീയ ഭേദമന്യേ MLA-മാർ ഏത് പാർട്ടിയിലായാലും ശരി, പഞ്ചായത്തിലെ പ്രതിനിധികൾ ഏത് പാർട്ടിയിലായാലും ശരി, സ്കൂളുകൾ കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഭയങ്കര പ്രശ്നത്തിലാവും. കാരണം ഇപ്പോഴേ നമ്മൾ കുട്ടികൾ പതുക്കെ വയലൻ്റായി തുടങ്ങി. സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർക്ക് അവർക്കെതിരായിട്ട് അവർ ഓപ്പണായിട്ട് സംസാരിക്കാൻ തുടങ്ങി, അവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ആ ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നത് ഡ്രഗ്സിൻ്റെ ആധിപത്യം തന്നെ, യാതൊരു സംശയമില്ല. ഈ ബംഗാളി എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നവരെല്ലാം ബംഗ്ലാദേശ്. കാരണം ബംഗാളുകാരെ നമുക്കറിയാം, അവർ ഇന്ത്യക്കാരാണ്, അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ കഴിവുള്ളിടത്തോളം അവരുടെ ആ സ്റ്റേറ്റിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതേസമയത്ത് ഇവിടെ വന്ന് ജോലിക്ക് വരുന്നവർ അവിടെ കടന്ന്, കാരണം അവിടെ വെച്ച് പ്രത്യേകമായിട്ട് ബംഗാളിക്ക് ബംഗ്ലാദേശുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പം അവർക്ക് ചേക്കേറാൻ പറ്റുന്ന സ്ഥലങ്ങളോട് പതുക്കെ കയറുക. ഇവിടെ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം വിദേശത്ത് പോയി കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ പണി ചെയ്യാൻ ആളില്ല. എല്ലാ രംഗത്തും നമ്മൾ ഇവരുടെ സഹായത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന മലപ്പുറത്തായാലും ശരി, തളിപ്പറമ്പായാലും ശരി, പല സ്ഥലങ്ങളിലും നമ്മൾ രാത്രി ഒന്ന് സഞ്ചരിച്ച് നോക്കിക്കേ, എല്ലാ ബാറിലും ഇവരൊക്കെ തന്നെയാണ് ഭൂരിപക്ഷ ആൾക്കാർ. അതുതന്നെയല്ല, ഈ പെരുമ്പാവൂർ, കോതമംഗലം, എറണാകുളം ജില്ലയിൽ അവിടെയൊക്കെ നമ്മൾ നേരത്തെ പായിപ്പാട് വരെ പറഞ്ഞിരിക്കുന്നു. ഇവർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വീണ്ടും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം അതിനകത്ത് ട്രേസ് ചെയ്ത് ഇന്ത്യക്കാരല്ലാത്ത ഇവരെ ബംഗ്ലാദേശുകാരെ പറഞ്ഞു വിട്ടേ പറ്റൂ. കാരണം ഈ ഇൻഫിൽട്രേഷൻ അവിടെ നല്ല ശതമാനം ആൾക്കാർ പതുക്കെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ ഇവിടെയൊക്കെ പതുക്കെ നുഴഞ്ഞു കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രാജ്യത്തിന് വലിയ ത്രെട്ടാണ്. രാജ്യത്തിന് ത്രെട്ടെന്ന് പറഞ്ഞാൽ ആളെ ഇന്ത്യ എത്ര ലക്ഷം പേരെ വേണേലും സ്വീകരിക്കും. പക്ഷേ ഇവിടെ നമ്മുടെ കുട്ടികളെ, നമ്മുടെ ചെറുപ്പക്കാരെ ഇവർ വേറൊരു ലോകത്തേക്ക് കൊണ്ട് ഇന്ത്യ നശിക്കും എന്നുള്ളതാണ്. അത് നേരത്തെ മാഡം പറഞ്ഞ പോലെ 56 മുസ്ലിം രാഷ്ട്രങ്ങളുണ്ടായിരുന്നെങ്കിൽ അവരാരും ഇവരെ സ്വീകരിക്കില്ല, അവരാരും ഇവിടെ സ്വീകരിക്കത്തില്ല. കാരണം അവരെ അവിടെ സ്വീകരിക്കാത്ത കാരണം ഇതെല്ലാം കുഴപ്പക്കാരാണെന്ന് അവർക്കറിയാം. ഇംഗ്ലണ്ടിലും ഇത് വന്നിരിക്കുന്നുണ്ട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ. അവിടെ കുറച്ചുകൂടെ ലിബറലായി കഴിഞ്ഞപ്പം കുറേ അധികം ആൾക്കാർ അവിടെ ചേക്കേറിയിട്ടുണ്ട്. അവിടുത്തെ സാമൂഹിക രംഗത്ത് കംപ്ലീറ്റ് പ്രശ്നങ്ങളായി. കാരണം അതുകൊണ്ട് അവർ വിദേശത്ത് ആൾക്കാരെ ഇപ്പം സ്വീകരിക്കാൻ പഠിക്കും. കാനഡയിലും അതേ അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്ത് പോയാലും ശരി, ഇതുപോലെയുള്ള ആൾക്കാർ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സമൂഹത്തിന്, ശാന്തമായ സമൂഹത്തിനെ നശിപ്പിക്കും. ആ അവസ്ഥ കേരളത്തിൽ വന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. വന്നു കഴിഞ്ഞു, അത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനെന്താണ് പ്രതിവിധി നമ്മൾ ചെയ്യേണ്ടത്? പെരുമ്പാവൂരിൽ ഇപ്പോൾ ഉള്ള അവിടെ പോപ്പുലേഷൻ വളരെ കൂടിയിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ നേരിട്ട് എറണാകുളം റൂറൽ ജില്ലയിൽ വളരെയധികം ആൾക്കാരുണ്ട്. പെരുമ്പാവൂർ ആ ഭാഗത്തൊക്കെ ധാരാളം ഈ വുഡ് വർക്ക് ചെയ്യുന്നിടത്തെല്ലാം ബംഗാളി എന്ന് പറയുന്നത് എത്രയോ ക്രിമിനൽ കേസുകളിൽ ഇവർ പ്രതികളാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് ഇവരുടെ റൂട്ടൊന്ന് അന്വേഷിക്കേണ്ടതല്ലേ, ഇവർ ബംഗാളികളാണോ ബംഗ്ലാദേശികളാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള അന്വേഷണം പോലും നടക്കുന്നില്ല എന്നുള്ളതല്ലേ സങ്കടകരം? അത് രാഷ്ട്രീയം മറന്നിട്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനും, കാരണം ഇവർ പല റൂട്ടിൽ കൂടെയാണ് വരുന്നത്. അവർക്ക് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. കേരളത്തിൽ വന്നാൽ നമുക്കെല്ലാവരും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, ഇവിടെ ഇതുപോലെയുള്ള ചെറുപ്പക്കാരെ ആവശ്യമുണ്ട്. ഇവിടെ നിൽക്കാൻ പറ്റും അവർക്ക്, ഇവിടെ നല്ല കൂലിയും കിട്ടും. അതേസമയത്ത് ഇവരെ കുറേ ആൾക്കാർ നമുക്കറിയാം എല്ലാ മാസവും അല്ലെങ്കിൽ 2-3 മാസം കൂടെ മടങ്ങിപ്പോയിട്ട് വീണ്ടും വരികയാണ്. അത് ഡ്രഗ്സ് കൊണ്ടുവരുന്നതാണ്. കേരളത്തിലെ നമ്മൾ ആലോചിച്ചുകൊണ്ട് എത്ര ടണ്ണാണ് കഞ്ചാവ് പിടിക്കുന്നത്. ഇതൊക്കെ മറ്റു പലത്തൊന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഡ്രഗ്സ് തന്നെ. നമ്മളിപ്പോൾ നോക്കിക്കോളൂ, എല്ലാ ഏരിയയിലും നമുക്ക് ഡ്രഗ്സ് ലഭിക്കും. കേരളത്തിൽ എവിടെ പോയാലും മുറുക്കാൻ കടകൾ എല്ലായിടത്തും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, ഒരു മെഡിക്കൽ ഷോപ്പിനകത്തും റീറ്റെയിൽ സെയിൽ അത് പിടിക്കുകയും ചെയ്തു പോലീസ്. അപ്പം കുറച്ചുകൂടെ നമ്മൾ ഈ രാഷ്ട്രീയം മറന്നിട്ട്
നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്ന അതുപോലെയുള്ള ആൾക്കാർ ഇവിടെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നതും നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്. അത് തന്നെയല്ല ആൾക്കാർക്ക് ഈ വയലൻ്റ് ആകുന്ന പ്രായമുള്ള ആൾക്കാരും വളരെയധികം ചെറുപ്പക്കാരും ഒക്കെ 30-35 വയസ്സുള്ള വയലൻ്റായി. എന്താണ് വീട്ടിലുള്ള അമ്മയും അപ്പനെയും വെട്ടിക്കൊല്ലുകയാണ്, അയൽവക്കംകാരെ കൊല്ലുകയാണ്. അവർക്കൊരു കാരണം ഇത് ഉപയോഗം കൂടിയിട്ടാണെന്ന് ഞാൻ പറയണത്. അവർക്കൊരു ക്ഷമയെന്ന് പറയുന്നത് എന്താണെന്ന് അവർക്ക് അറിയില്ല. ഏത് കാര്യത്തിനും പെട്ടെന്ന് വയലൻ്റായി ഉടനെ അവർ എന്താ ബ്രൂട്ടലായ മർഡറുകൾ ചെയ്യുന്നത്. നമുക്ക് എറണാകുളത്ത് കണ്ടല്ലോ, ഈ 2 ഉണ്ടായിട്ട് ഒരു അയൽവക്കത്തെ വീട്ടിൽ 4 പേരെ കയറി അങ്ങ് വെട്ടുകയാണ്. അതിൽ 3 പേര് മരിച്ചു, ഒരാളെ ഗുരുതരാവസ്ഥ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഇപ്പോഴും. അത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ്. എത്ര നാളായി അയാൾക്ക് 28 വയസ്സോ 30 വയസ്സേ ഉള്ളൂ. ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ ബാംഗ്ലൂരിൽ പോയാലും എവിടെയും സുലഭമാണ്. IT രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഏരിയയിലും ഇത് സുലഭമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നാശത്തിലേക്കാണ് പോകുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ. അത് രാഷ്ട്രീയ ഭേദമന്യേ ജാതി ഭേദമന്യേ ഇന്ത്യക്കാർ ഇന്ത്യയിൽ തന്നെ മനസമാധാനമായിട്ട് BC മുതൽ നമ്മൾ പല പല പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിന് എതിരായിട്ട് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായിട്ടുള്ള നീക്കമായിട്ട് എനിക്ക് കണക്കാക്കാൻ നോക്കുള്ളൂ. കാരണം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലും നല്ലൊരു റിഫ്റ്റ് ഉണ്ട് ഇപ്പം. അത് നമ്മൾ ഇന്ത്യ കൈകാര്യം ചെയ്യണമെന്നുകൊണ്ടാണ് ഞാൻ 3 പേരുടെ പേര് പറഞ്ഞു. ചെയ്തേ പറ്റൂ നമുക്ക്. കാരണം അങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ്റെ രാജ്യം നശിക്കും. നമുക്ക് നമ്മുടേതായ രീതിയിലെ പല പ്രശ്നങ്ങളും ഇന്ത്യക്കകത്തുണ്ട്. അതുകൊണ്ട് ബംഗാളികൾ ഇവിടെ വരുന്നത് ഹൈലി ഡേഞ്ചറസ് ആണ്, റിസ്ക് ആണ്. അതെന്തായാലും ഏതെങ്കിലും ഈ കാര്യം വെളിയിലോട്ട് പറഞ്ഞല്ലോ. ഞാനിത് നേരത്തെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇവിടെയുള്ള മുഖ്യധാരയിലെ ചാനലുകാരൊന്നും അത് എടുക്കുന്നില്ല. കാരണം നമ്മൾ സ്വയം നശിക്കുന്ന കാര്യം മനസ്സിലാക്കി വേണം നമ്മൾ ഈ സബ്ജക്റ്റ് എടുക്കാൻ. നമുക്ക് ആൾക്കാരെ അത് ബോധ്യപ്പെടുത്തണം, അവരെ ബോധവാന്മാരാക്കണം. കാരണം എല്ലാവരും കൂടെ പൊതുജനങ്ങളുടെ സഹകരണം ഇല്ലാതെ ഈ ഏരിയയിലുള്ള ഇവരുടെ പ്രവർത്തികൾ, കാരണം പല ബാറിലും പല തിയേറ്ററിലും നോക്കിയപ്പോൾ ഇപ്പം ഈ എറണാകുളം ജില്ലയിൽ പലയിടത്ത് ഹിന്ദി സിനിമയാണ് ഓടുന്നത്. പണ്ടതില്ലായിരുന്നു, മലയാളം ദക്ഷിണേന്ത്യൻ സിനിമകളായിരുന്നു. കാരണം ഇന്ത്യയിലെ പഴയ സിനിമകളൊക്കെ ഇവിടെ ഓടുകയാണ്. അതൊക്കെ തന്നെ എങ്ങനെ അതെ, എല്ലാ സ്ഥലങ്ങളിലും ചെറിയ ടാക്കീസ് പോലത്തെ നാടുകളിലൊക്കെയാണ് ഹിന്ദി. ഇവര് കാരണം ബിസിനസ് നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും ആയി കഴിഞ്ഞു. ഇപ്പം ടൗൺ ഒഴിച്ച് നമ്മൾ അങ്ങനെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യരുത് ഈ രീതിയിലുള്ളത്. കാരണം ഇവിടെ എല്ലാ രീതിയിലും നമ്മുടെ ചെറുപ്പക്കാർ നശിക്കുകയാണെന്ന് നമ്മൾ അതെന്താണ് എല്ലാവരും ചിന്തിക്കാത്തതെന്ന് ഞാൻ പറഞ്ഞു. അതെന്താണ് അതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഡ്രഗ്സ് വരുന്ന വഴിയാണ്. കാരണം ഇവർക്കൊന്നും വേറെ മാർഗങ്ങളൊന്നുമില്ല. അത് ഡൽഹിയിലായാലും ശരി, അത് ഭോപ്പാലിലായാലും ശരി, അതുപോലെ കൽക്കട്ടയിലൊക്കെ, ബോംബെയിലൊക്കെ ഇതൊക്കെ തന്നെ, പൂനെയിലായാലും ശരി. ദക്ഷിണേന്ത്യയിൽ അധികം ഞാൻ കാണുന്നില്ല. എങ്കിലും ഇവിടെ ഇപ്പോൾ ആന്ധ്രയിലായാലും ശരി, തമിഴ്നാട്ടിലായാലും കുറേയൊക്കെ ആൾക്കാർ അലർട്ടാണ്. പക്ഷേ കേരളത്തിലെ നമ്മുടെ ചെറുപ്പക്കാരും ആൾക്കാരും എല്ലാവരും വിദേശത്ത് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമുക്ക് ഓരോ വീട്ടിലും ഇവരുടെ സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ ഒക്കില്ല. സ്വിഗ്ഗി ആയാലും ശരി, ഫുഡ് വാങ്ങിക്കാനായാലും ശരി, എല്ലാവരും ഇപ്പം പതുക്കെ ബംഗാളികളും പല സ്ഥലത്തും വന്നു തുടങ്ങി. അതെ, കാരണം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മുടെ ഈ നമ്മുടെ നെറ്റ്വർക്ക് എന്താണെന്ന് നമ്മൾ പഠിക്കണം ഇപ്പോഴത്തെ. കാരണം അത് രാഷ്ട്രീയക്കാരും അവരെ പഞ്ചായത്തിലെ മെമ്പർമാരും കൂടെ അവരോരോ ഏരിയയിൽ ഇവരുടെ പ്രവർത്തനം എന്താണെന്ന് വാച്ച് ചെയ്തേ പറ്റുള്ളൂ. അവർ ഇന്ത്യക്കാരാണെങ്കിൽ നമുക്ക് അവരെ സംരക്ഷിക്കാം, പ്രൊട്ടക്റ്റ് ചെയ്യാം. പക്ഷേ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരാണെങ്കിൽ തീർച്ചയായും പുറത്ത് കളഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് കാരണം അതിൻ്റെ റിസ്ക് ആ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം പ്രാപിച്ച ശേഷം ഈ 2 രാജ്യങ്ങളും പാകിസ്ഥാനും ബംഗ്ലാദേശും അൺട്രസ്റ്റായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു അവസ്ഥ ഇന്ത്യക്ക് ഉണ്ടാവില്ല. നമ്മൾ വളരെ വിജിലൻ്റാണ് ആ കാര്യത്തിൽ. ഏത് ഭരണം വന്നാലും ശരി വിജിലൻ്റ് ആണ് ആ കാര്യത്തിൽ. നമ്മൾ കുറച്ചുകൂടെ വിജിലൻസ് വേണം. കാരണം ഈ ഒരു ആൾക്കാരെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവർ വേറെ ചിന്താഗതിയാണ്. രാജ്യപുരോഗതി അല്ല അവരുടെ ലക്ഷ്യം. രാജ്യത്തെ നശിപ്പിക്കാനുള്ള രീതിയിൽ തന്നെയുള്ള പ്രവർത്തനമാണ് അവരെ ആര് പറഞ്ഞു വിടുന്നു, ആരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അവരുടെ സോഴ്സ് ഓഫ് മണി എവിടുന്ന് വരുന്നു അവർക്ക് ഈ പണം, അല്ലെങ്കിൽ അങ്ങനെ നല്ല ധനവാന്മാരായിട്ട് ഇവിടെ വീടുകൾ വാങ്ങിച്ചിട്ടുണ്ട്. സമയം അതിക്രമിച്ചിരിക്കുന്നു. ആരാണ് ഇവരെ ഇവിടെ എത്തിക്കുന്നത്, അതാണ് കണ്ടെത്തേണ്ടത്. അത് ഇന്ത്യയിൽ എല്ലായിടത്തും നല്ല റാക്കറ്റുണ്ട്. ഇത് ഭയങ്കര ഈ മൈഗ്രേഷന് അത് ഇന്ത്യയിലല്ല, ലോകത്തെ എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും നമ്മുടെ നമ്മുടെ അതിർത്തികളിൽ കൂടെ ഈസി ആയിട്ട് ആൾക്കാർ കാണും. കാരണം ഏകദേശം 14,000 കിലോമീറ്റർ 18,000 കിലോമീറ്റർ എങ്ങാണ്ട് അതിർത്തിയുണ്ട് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ തന്നെ. അപ്പോൾ അവിടെ മുഴുവൻ നമുക്ക് ഇപ്പം തന്നെ ബംഗ്ലാദേശിലെ ഇഷ്യൂ വന്നപ്പോൾ ചില പ്രത്യേക ഏരിയയിൽ ഇന്ത്യ
അവിടെ കിടങ്ങുകൾ കുഴിച്ച് അവിടെ അതിർത്തി നമ്മൾ ഫെൻസ് ചെയ്യാൻ തുടങ്ങിയപ്പം അതിന് ശക്തമായ എതിർപ്പ് ബംഗ്ലാദേശിൽ നിന്ന് വന്നത് നമ്മൾ കണ്ടല്ലോ. അത് കാണണം നമ്മൾ. എന്തുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തി നമ്മൾ സംരക്ഷിക്കുന്നതിന് അവർക്ക് തന്നെ ഇത്ര ദണ്ണം? അപ്പോൾ അവരുടെ പല പരിപാടികളും നടക്കാതെ വരുന്നു. ഇപ്പം അതിശക്തമായി നമ്മൾ അതിർത്തി ഇപ്പം കാത്തു സൂക്ഷിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവരതിനെപ്പറ്റി എതിർക്കുന്നത്. ഇന്ത്യൻ അംബാസഡർ അവിടെ വിളിച്ചിട്ട് അവർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡാക്കയിൽ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തിനാണ് വിളിക്കുന്നത്? ഇന്ത്യയെ ആശ്രയിച്ച് കഴിഞ്ഞ ഒരു രാജ്യമാണെന്ന് അത് വലിച്ചോണം. അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ വയലൻ്റ് ആകേണ്ടി വരും ഇന്ത്യ. കാരണം അങ്ങനെ ഒരു ആക്ഷനിലോട്ട് നമ്മൾ പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പല രാജ്യങ്ങളും പല വിദേശ ശക്തികൾ ഇന്ത്യക്കെതിരായിട്ട് പതുക്കെ നീങ്ങുന്നുണ്ട്. ഇന്ത്യ സാമ്പത്തികമായ ഉന്നതിയിലേക്ക് വരുന്നതും അത് രാഷ്ട്രീയ ഭേദമന്യേ ഞാൻ ഈ പറയാം. രാഷ്ട്രീയ ഇതിൽ എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും ശരി, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തീർച്ചയായിട്ടും വളരെ ലോകരാഷ്ട്രങ്ങൾ വളരെ ശ്രദ്ധിക്കുന്ന ഒരു വളർച്ചയാണ് സാമ്പത്തികമായിട്ട്.